ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വളരെ ശക്തമായ ഒരു നിരയെ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകനായ റൂബൻ അമോറിം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില സൈനിങ്ങുകൾ ഒക്കെ ഇതിനോടകം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുന്നേറ്റ നിരയിലേക്കാണ് ചില താരങ്ങളെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. കൂടാതെ മറ്റു ചില താരങ്ങൾക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നുമുണ്ട്. ഏതായാലും സ്കോർ 19 ഒരു പോസിബിൾ ലൈനപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ശ്രമങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ റൂമറുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ അടുത്ത സീസണിലേക്കുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ലൈനപ്പ് എങ്ങനെയായിരിക്കും, അതാണ് സ്കോർ 19 ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഡൊണ്ണാരുമയെയാണ് ഇവർ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മികച്ച ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരാൻ വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ട്. എമിക്ക് വേണ്ടിയായിരുന്നു അവർ ആദ്യം ശ്രമിച്ചിരുന്നത്. പിന്നീട് ഡൊണ്ണാരുമയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ആരായിരിക്കും ഗോൾ കീപ്പർ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഡൊണ്ണാരുമയെയാണ് ഈ ഒരു പോസിബിൾ ലൈനപ്പിൽ നമുക്ക് കാണാൻ കഴിയുക. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 3 സെന്റർ ബാക്കുമാരെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ലിസാൻഡ്രോ മാർട്ടിനസ്, ലെനി യോറോ, അതുപോലെ തന്നെ മസ്റോയി എന്നിവരാണ് ഉണ്ടാവുക. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 ഭാഗത്തും ഡോർഗു, അതുപോലെ തന്നെ ഡിയഗോ ഡാലോട്ട് എന്നിവർ ഉണ്ടാകും. ഇനി ബ്രൂണോ ഫെർണാണ്ടസ്, കോബി മൈനു എന്നിവർ മധ്യനിരയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലേക്ക് 2 താരങ്ങളെ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മാത്യൂസ് കുഞ്ഞയുണ്ട്, അദ്ദേഹം ഇടത് വിങ്ങിൽ കളിക്കും. അതുപോലെ തന്നെ എംബൂമോയുണ്ട്, അദ്ദേഹം വലത് വിങ്ങിൽ കളിക്കും. അതുപോലെ തന്നെ സെൻറ്റർ ഫോർവേഡ് സ്ഥാനത്തേക്ക് ബെഞ്ചമിൻ സെസ്കോക്ക് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ട്. അത് ഫലം കാണുകയാണെങ്കിൽ സെസ്കോയെ നമുക്ക് ആ ഒരു നമ്പർ 9 സ്ട്രൈക്കറുടെ പൊസിഷനിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. അതൊക്കെ ഈ ഒരു ട്രാൻസ്ഫറുകൾ സാധ്യമായാൽ മാത്രമാണ്. ശക്തമായ ഒരു നിരയെ തന്നെയാണ് ഇപ്പോൾ റൂബൻ അമോറിം ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.